ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിറ്റിക്കൽ ടെക് ഗോ ചാർട്ടിംഗ് പവർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഇത് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നാളെ നമ്മുടെ തേഴ്സ്ഡേ നിഫ്റ്റി 21 ഓഗസ്റ്റ് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. സോ അത് നമ്മൾ ആ എക്സ്പയറിയുടെ ഒരു മൂവ്മെന്റ് നമ്മൾ നോക്കും. അതിനുശേഷം നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെയും മിഡ് ക്യാപ് നിഫ്റ്റിയുടെയും ഒരു വ്യൂ അത് മാത്രമേ ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ. ഈ വീഡിയോക്കകത്ത് ഞാൻ പറയുന്ന ലെവൽസുകളെല്ലാം സ്പോട്ട് മാർക്കറ്റിന്റെ ലെവൽസ് ആണ്. അപ്പം സ്പോട്ട് മാർക്കറ്റിൽ വരുന്ന ലെവൽസ് ആ ഒരു ബുള്ളിഷ് റഫറൻസിന്റെ മുകളിൽ നിങ്ങളൊരു 5 മിനിറ്റ്സിൽ കൂടുതൽ സസ്റ്റെയിൻ ചെയ്യുന്നതിന് നിങ്ങൾക്ക് ആ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. അത് അറ്റ് ദ മണി അല്ലെങ്കിൽ മെജോറിറ്റിയും ഇൻ ദ മണി ഓപ്ഷൻസ് മാത്രമേ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കാൻ പാടുള്ളൂ. എപ്പോഴും നിയർ ബൈ എക്സ്പയറി ഉള്ള ഓപ്ഷൻസിന് അവോയ്ഡ് ചെയ്ത് നെക്സ്റ്റ് വീക്കിന്റെ ഓപ്ഷൻസ് എടുക്കുമ്പോൾ അതിന് കുറച്ചും കൂടെ റിസ്ക്നെസ് കുറയും, തീറ്റ DK കുറവായിരിക്കും. അതുകൊണ്ട് ആ ഒരു കാര്യം കൂടെ ഓർത്തുകൊണ്ട് മനസ്സിൽ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുക. ലെവൽ ട്രേഡിങ്ങിൽ എങ്ങനെയാണ് ട്രേഡ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ മാർക്കറ്റ് പ്രൊഫൈലിലെ ഈ ലെവൽസ് വെച്ച് നിങ്ങൾ എങ്ങനെ ട്രേഡ് ചെയ്യണമെന്ന് പറഞ്ഞൊരു വീഡിയോ എൻ്റെ യൂട്യൂബിനകത്ത് കിടപ്പുണ്ട്. അത് സം ബേസിക്സിനകത്ത് ആ വീഡിയോ കിടപ്പുണ്ട്. അപ്പം നിങ്ങൾ ആ വീഡിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് ക്ലിയർ ക്ലാരിറ്റി കിട്ടും. സോ എൻ്റെ വീഡിയോയുടെ എല്ലാ അജണ്ട എന്താണ്? ഈ മാർക്കറ്റ് പ്രൊഫൈൽ വെച്ചുള്ള ലെവൽസ്, ബുള്ളിഷും ബെയറിഷും ലെവൽസ് മാർക്ക് ചെയ്യുന്നു. അതിന് മുകളിൽ മാർക്കറ്റ് പോകുമ്പോൾ എവിടെ അടുത്ത ലെവൽ ടാർഗറ്റ് എത്രയാണ്, അതിന്റെ മുകളിൽ സെക്കൻഡ് ടാർഗറ്റ് എത്രയാ, തേർഡ് ടാർഗറ്റ് എത്രയാ, ആ ഒരു കാര്യങ്ങളും താഴോട്ട് മാർക്കറ്റ് ഇറങ്ങുമ്പോൾ സപ്പോർട്ട്, ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റ്, അതായത് മോൾ സൈഡിലേക്ക് പോകുമ്പോൾ കോളിന്റെ ട്രേഡും താഴേക്ക് വരുമ്പോൾ പുട്ട് ട്രേഡും ഇതിന്റെയൊക്കെ ടാർഗറ്റ്സുകളൊക്കെയാണ് എൻ്റെ വീഡിയോയ്ക്കകത്ത് വരുന്നത്. അപ്പം ഒരാൾ പറഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ ഈ എന്താണ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പറയണമെന്നൊക്കെ ഞാൻ പറഞ്ഞു. ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുന്നു എന്ന് പറയുന്നു എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് എൻ്റെ ഒരു വീഡിയോയുടെ ഒരു കൃത്യമായ രീതിയിലുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ ഇന്ന് ഈ വീഡിയോയ്ക്കകത്ത് തരുന്നത്. സോ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഞാൻ എന്താണ് ഇപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്, നാളത്തെ മാർക്കറ്റിന്റെ എക്സ്പയറി എങ്ങനെ വരും, ഏത് ഭാഗത്തേക്ക് നിഫ്റ്റി പോവാനുള്ള ചാൻസ് ഉണ്ട്, അതിനുശേഷം ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് എങ്ങനെ വർക്ക് ചെയ്യും, മിഡ് ക്യാപ് നിഫ്റ്റി ലെവൽസ് എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും ഈ വീഡിയോ അവസാനിക്കുന്നത്. സോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിറ്റിക്കൽ ടെക് ഗോ ചാർട്ടിംഗ് പവർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വലിയ ന്യൂസ് ഒന്നും നമ്മളെ മാർക്കറ്റിലായിരുന്നു. ഇന്ന് വൈകിട്ട് 5 മണിയായപ്പോൾ M3 മണി സപ്ലൈ എന്ന് പറഞ്ഞ സാധനം 10 നിന്ന് 9.6 ആയിട്ട് മാറി. അതേ സമയത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഔട്ട്പുട്ട് ഇയർ ഓൺ ഇയർ ജൂലൈ മന്തിൻ്റെത് 1.7 നിന്ന് 2 ആയി. അപ്പൊ ചുരുക്കി പറഞ്ഞ ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് ന്യൂസും വന്ന പോലെ ഒരു അടിച്ചടിച്ച് നിന്ന് പോസിറ്റീവ് നെഗറ്റീവ് വന്ന് 0 പ്ലസ് ഇൻറ്റു മൈനസ് എന്ന് പറഞ്ഞാൽ മൈനസ് പറയുമ്പോൾ ഒരു മൈനസ് എഫക്റ്റ് വേണമെങ്കിൽ വരാം, അല്ലെങ്കിൽ ഒരു പ്ലസ് എഫക്റ്റ് വരാം. എന്നെ സംബന്ധിച്ചൊരു ന്യൂട്രൽ എഫക്റ്റിലേക്കാണ് നമ്മുടെ മാർക്കറ്റ് നിൽക്കുന്നത്. ഈ പറയത്തക്ക പരിക്കുകളുള്ള മെസ്സേജുകളൊന്നും ട്രംപിന്റെ ഭാഗത്തു നിന്നും വരുന്നില്ല. അതൊരു മാർക്കറ്റിന് പോസിറ്റീവായ കാരണമാണ്. കാരണം ട്രംപ് തന്നെ മനസ്സിലായിട്ടുണ്ട് ഞാൻ ഇതൊരു ലോക ബഫൂണായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇനി കുറച്ചും കൂടെ ചുമ്മാ ചാടിക്കയറി പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് രാത്രി 11 മണിക്ക് നമ്മുടെ അമേരിക്കൻ മാർക്കറ്റിലെ FOMC മീറ്റിംഗ് മിനിറ്റ്സ് ഉണ്ട്. സോ ഇതിനകത്ത് അവരെങ്ങനെയാണ് പ്രൊജക്ഷൻ ചെയ്യുന്നത്, അമേരിക്കൻ മാർക്കറ്റ് എങ്ങനെ പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടായിരിക്കും നമ്മുടെ മാർക്കറ്റിൽ നാളെ ഒരു മൂവ്മെന്റ് വരാൻ പോണേ. നാളെ നമ്മളെ കൃത്യമായി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ കൃത്യമായി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുന്ന സമയത്ത് നമ്മുടെ ഹയസ്റ്റ് OA വരുന്നത് ട്രേഡ് വരുന്നത് നാളത്തേക്ക് നോക്കുമ്പോൾ യൂഷ്വലി നിഫ്റ്റിയിൽ നാളെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 25,000 സ്ട്രൈക്കിന്റെ പുട്ടിലാണ് ഹയസ്റ്റ് OA കാണുന്നത്. അതേ സമയത്ത് 25,100 കോളിനും ഹയസ്റ്റ് OA കാണും. ചുരുക്കി പറഞ്ഞ എന്താണ്, 25,100 പുട്ടിൽ ഹയസ്റ്റ് സ്ട്രൈക്ക് OA ഉണ്ട്. അത് ഫോളോഡ് ബൈ 24,900. അപ്പൊ 24,900 24,000 ഭാഗത്തും സോഫാർ ഇപ്പോഴത്തെ പുട്ട് റേറ്റിംഗ് വെച്ച് ഒരു സപ്പോർട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അതേ സമയത്ത് ഹയർ സൈഡിലേക്ക് മാർക്കറ്റ് പോകുമ്പോൾ 25,100 ഭാഗത്തും കോൾ റേറ്റിംഗ് ഉണ്ട്, 25,200 ഭാഗത്തും കോൾ റേറ്റിംഗ് ഉണ്ട്. പക്ഷേ നിങ്ങളൊരു കാര്യം ഇവിടെ വെച്ച് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും, കോൾ റൈറ്റിങ്ങിനെക്കാൾ വളരെ കുറവാണ് മാർക്കറ്റിൽ. ഏറ്റവും കൂടുതൽ ഭയാനകമായ രീതിയിൽ റൈറ്റ് ചെയ്ത് തള്ളി വച്ചേക്കുന്നത് 25,000 തൊട്ട് 25,050 വരെയുള്ള, എസ്പെഷ്യലി പറയുകയാണെങ്കിൽ 25,000 പുട്ടിലൊക്കെ മാരകമായ ഒരു റൈറ്റിംഗ് ആണ് നമ്മുടെ മാർക്കറ്റിൽ ഇന്നത്തെ വൈകിട്ട് EOD ഡേറ്റ വച്ചേക്കുന്നത്. 25,000 പൊട്ടുകയാണെങ്കിൽ ഈ പുട്ട് റൈറ്റേഴ്സ് പാനിക്കാവും, 25,100 പൊട്ടുകയാണെങ്കിൽ ഈ കോൾ റൈറ്റേഴ്സും പാനിക് ആവേണ്ട അവസ്ഥ. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം, പുട്ട് റേറ്റിംഗ് ആണ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്, കോൾ റേറ്റിംഗ് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ മാർക്കറ്റിൽ. അപ്പൊ മാർക്കറ്റ് വേണമെങ്കിൽ ഉൾട്ട അടിക്കാം.
ഈ അടിച്ച പുട്ട് ട്രേഡേഴ്സിന് വേണമെങ്കിൽ നാളെ പണിയും കൊടുക്കാം, ഇല്ല കോളിൽ ഇതേ മാർക്കറ്റ് ഈ ഒരു സിനാരിയോ മെത്തേഡ് കൃത്യമായിട്ട് രീതി വെച്ചുകൊണ്ട് വേണമെങ്കിൽ മാർക്കറ്റിന് മുകളിലോട്ട് പോകാനുള്ള ഒരു ചാൻസ് വളരെയധികം കൂടുതൽ. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് നിഫ്റ്റിയുടെ ലെവലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കി വെച്ചുകൊണ്ട് ബാക്കിയുള്ള ലെവൽസ് ഒക്കെ വരച്ച് നമുക്ക് ട്രേഡിങ്ങിന്റെ കൃത്യമായ ഒരു പാർട്സിലേക്ക് പോകാനുള്ള ചാൻസ് നമുക്ക് നോക്കാം. സോ ഇത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിഫ്റ്റി ഒരു കിടിലമായിട്ട് നിഫ്റ്റി പറയണമെങ്കിൽ നിഫ്റ്റി ഒരു എന്തുവാണ് ഒരു ഒരു പക്ക നിഫ്റ്റി എന്നെ സംബന്ധിച്ച് നിഫ്റ്റി പറയുകയാണെങ്കിൽ നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആയിരുന്നു. നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് എന്ന് വേണമെങ്കിൽ സ്പോട്ട് മാർക്കറ്റിലൊക്കെ വേണമെങ്കിൽ പറയാം. സ്പോട്ടിനെ വേണമെങ്കിൽ ഒരു ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് എന്നൊക്കെ പറയാം. തലേ ദിവസം റെഫറൻസിന്റെ ഭാഗത്ത് നിന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് തിരിച്ച് കയറിപ്പോയതാണ്. ഒരു നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആണ്. പി ഒ സി വന്നിരിക്കുന്നത് 25,047 ഭാഗത്തൊക്കെയാണ് പി ഒ സി. ഇപ്പൊ ഞാൻ ഈ ലെവലൊക്കെ നിങ്ങൾ ഞാൻ ഈ ഒരു ലെവൽസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പി ഒ സി കാര്യങ്ങളൊക്കെ ഒരു കാര്യം പി ഒ സി എത്രയാണ്, പി ഒ സിയും നിഫ്റ്റി സപ്പോർട്ട് ഞാൻ മാർക്ക് ചെയ്യാം. 25,047 ഭാഗത്താണ് പി ഒ സി ഒരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പിന് ശേഷം വന്ന 25,047 ഭാഗത്താണ് പി ഒ സി. അപ്പൊ ഞാൻ ആ പി ഒ സി ഒന്ന് മാർക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ സ്പോട്ടിന്റെ പി ഒ സി 25,047 പി ഒ സി. അത് ഞാൻ മാർക്ക് ചെയ്തു. നിഫ്റ്റിയെ സംബന്ധിച്ച് ബെയറിഷ് റഫറൻസ് ഞാൻ ഇനി പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് 24,985 സ്പോട്ടിന് താഴെ ഞാൻ മാർക്കറ്റിൽ സെല്ലിംഗ് എടുക്കുക. എത്രയാണ് 24,985 താഴെ ആയിരിക്കും എന്നെ സംബന്ധിച്ചുള്ള ബെയറിഷ് റഫറൻസും. ബുള്ളിഷ് റഫറൻസ് എന്ന് പറയുമ്പോൾ 25,090 അഥവാ 25,090 മുകളിലായിരിക്കും ഞാനൊരു 25,100 മുകളിലായിരിക്കും ഞാനൊരു ബുള്ളിഷ് റഫറൻസ്. അപ്പം 25,100 മുകളിലൊരു ബുള്ളിഷും 24,985 മുകളിലൊരു ബെയറിഷും ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കൃത്യമായി നോക്കാം. 25,100 മുകളിൽ മാർക്ക് സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ എങ്ങോട്ട് പോകും? നിഫ്റ്റിയെ സംബന്ധിച്ച് അതൊരു ചോദ്യമാണ്. നമ്മൾ പഴയ ലെവൽ അങ്ങനെയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് 25,100 മുകളിൽ മാർക്ക് സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു ഇമ്പോർട്ടൻ്റ് 25,146 എന്ന് പറഞ്ഞ ഈ ഒരു സിംഗിൾ പ്രിന്റിന്റെ ഭാഗത്തേക്ക് പോകും. സോ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 25,146 എന്ന് പറഞ്ഞ ഈ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയയുടെ ഭാഗത്തേക്ക് പോകും. 6 എന്ന് പറഞ്ഞ ഈ ഒരു ഭാഗത്തേക്ക് മാർക്ക് ചെയ്യുക. അതിനുശേഷം അടുത്ത വരുന്ന 25,206 സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ പഴയ ഒരു സിംഗിൾ പ്രിന്റും ഒരു സിംഗിൾ പ്രിന്റ് അല്ല ഒരു സെല്ലിംഗ് തുടങ്ങിയ ഏരിയയാണ് 25,206. അത് ഏത് ദിവസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു ലെവൽ എന്ന് പറയുമ്പോൾ ഈ ഒരു എന്താണ് നമ്മുടെ ഈ ഒരു ഫ്രൈഡേ അല്ല 23rd ജൂലൈക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്ത ഒരു ഏരിയ 25,206. അവിടെ നിന്നാണ് മാർക്കറ്റ് പിറ്റേ ദിവസം ഇറങ്ങുന്നത് 25,206 ഭാഗത്തേക്ക് പോകാൻ. അതിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യും. ഈ ഒരു പി ഒ സി കൂടെയാണ്. അതിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ എന്നെ സംബന്ധിച്ച് ഈ ഒരു ഇമ്പോർട്ടൻറ്റ് സി പീരീഡ് അഥവാ 25,260 ഭാഗത്തേക്ക് പോകും. അപ്പോൾ എത്രയാണ് അടുത്ത R3 എന്ന് പറഞ്ഞാൽ പഴയ ഒരു സി പീരീഡ് ആണ്. ഏത് ദിവസം സി പീരീഡിന്റെ ഹൈ ആണ്, അവിടെ നിന്നാണ് മാർക്കറ്റ് അടിച്ച് തുടങ്ങിയത്. സോ അത് ഏത് ലെവലാണ്, എന്നത്തെ സി പീരീഡ് ഹൈ ആണ് 11 ജൂലൈയുടെ സിയുടെ ഹൈ ആയ 25,260 ഭാഗത്തേക്ക് മാർക്കറ്റ് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 25,100 മുകളിൽ 25,146, 25,206, 25,260 ഭാഗത്തേക്ക് നിഫ്റ്റി വരുന്നത് സ്പോട്ടിന്റെ ലെവൽസ്. സോ ഇനി നമുക്ക് താഴേക്ക് ഞാൻ പറഞ്ഞു, താഴേക്ക് എന്ത് പറഞ്ഞു, 24,985 പൊട്ടുകയാണെങ്കിൽ നമുക്ക് സെല്ലിംഗ് വരാം. ആ സെല്ലിംഗ് ഫസ്റ്റ് ആയിട്ട് ഇവിടെ പോകും. ഈ പി ഒ സി ആയ 24,924 ഭാഗത്തേക്ക് വരാം. അപ്പൊ എന്നെ സംബന്ധിച്ച് S1 എന്ന് പറയുമ്പം S1 എന്ന് പറഞ്ഞാൽ 24,924 ഭാഗത്തേക്ക് വരാം. S1 അവിടെയാണ്. അതിന് താഴെ നമുക്ക് ഈ ജിയുടെ ലോ ആയ കൃത്യമായി പറയുകയാണെങ്കിൽ 24,850 എത്രയാണ് സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 24,850. 24,000 S2 എന്ന് പറയുമ്പോൾ 24,850 ഭാഗത്തേക്ക് വരാനും അതിന് താഴെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വരും. ആ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ കൃത്യമായി പറയുകയാണെങ്കിൽ അവനെ സംബന്ധിച്ച് 24,784 ഭാഗത്തേക്ക് വരാം. അങ്ങനെ ഒരു മൂവ്മെന്റ് S3 എന്ന് പറയുമ്പം 24,784 24,784 ഭാഗത്തേക്ക് മാർക്കറ്റ് വരാനുള്ള ചാൻസ് കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റിയെ സംബന്ധിച്ച് എങ്ങോട്ട് വരാം, നിഫ്റ്റിയെ സംബന്ധിച്ച് 24,985 മാർക്കറ്റ് പൊട്ടുകയാണെങ്കിൽ 24,924, 24,850, 24,784 ഭാഗത്തേക്ക് മാർക്കറ്റ് വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഇനി നമുക്ക് നോക്കേണ്ടത് മിഡ് ക്യാപ് നിഫ്റ്റി. ഇനി മിഡ് ക്യാപ് നിഫ്റ്റി നല്ല ഒരു ഉഗ്ര മൂവ്മെന്റ് വന്നു. മിഡ് ക്യാപ് ഇന്നലത്തെ ഒരു പി ഷേപ്ഡ് പ്രൊഫൈൽ വന്നു, അതിന്റെ മണ്ടയ്ക്കകത്ത് മാർക്കറ്റ് പോയി. ഇന്ന് മാർക്കറ്റ് ഒരു പ്യുവർലി പറയുകയാണെങ്കിൽ മിഡ് ക്യാപ് ഒരു ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് വിത്ത്
ഒരു 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 ട്രെൻഡ് അപ്പ് അല്ലെങ്കിൽ ഒരു അപ്സൈഡ് പ്രൊഫൈൽ വന്ന ഇതാണ് 12,995 ഭാഗത്താണ് നമ്മളെ മിഡ് ക്യാപ്പിന്റെ പി ഒ സി. 12,995 ഭാഗത്താണ് മിഡ് ക്യാപ്പിന്റെ പി ഒ സി നിൽക്കുന്നത്. ആ പി ഒ സി ഞാൻ നിങ്ങൾക്കൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ഇനി മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് നമുക്ക് നോക്കേണ്ടത് ബുള്ളിഷ് റഫറൻസ്. ഇനി ബുള്ളിഷ് റഫറൻസ് എന്ന് പറയുമ്പോൾ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പഴയ ഒരു റഫറൻസ് ലെവലിന്റെ ഭാഗത്തേക്ക് വരുന്നു. എന്നെ സംബന്ധിച്ച് ഇനി ഞാൻ ബൈ എന്ന് പറയും മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് ഈ 13,015 മുകളിൽ മാത്രമേ ഇനി ബൈ ഉള്ളൂ. എത്രയാണ്? 13,015 മുകളിൽ മാത്രമേ മിഡ് ക്യാപ്പ് സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ ഞാൻ മിഡ് ക്യാപ്പിൽ ബൈയിങ് എടുക്കും. 13,015 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ ഒരു ബൈയിങ്ങിന് ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ബൈയിങ് എങ്ങോട്ട് പോവാം? 13,030 വെച്ചാൽ മതി കേട്ടോ. ആ 13,030 മുകളിൽ 13,030 മുകളിൽ മതി നമുക്ക് ബൈയിങ്. 13,030 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾ ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ആ ബൈയിങ് എങ്ങോട്ട് കൊണ്ടുപോകാം? ഫസ്റ്റ് എന്ന് പറയുമ്പോൾ 13,095 അല്ലെങ്കിൽ 13,099. 6 എന്ന് പറയുമ്പോൾ 13,100. ആ കറക്റ്റ് പഴയ ലെവൽ തന്നെ പണ്ട് വരച്ച് വെച്ച് കിടപ്പുണ്ട്. 13,100 ഭാഗത്തേക്ക് മാർക്കറ്റ് വരാം. അതിന് മുകളിൽ R2 എന്ന് പറയുമ്പോൾ 13,158 ഭാഗത്തേക്ക് വരാം. 13,15 വൈറ്റിന്റെ ഭാഗത്തേക്ക് വരാം. അതിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ 13,206. എവിടെയാണ് മാർക്കറ്റ്? എവിടെ വരാം? 13,206 ഭാഗത്തേക്ക് വരാം. 13,206 R3 എന്ന് പറയുമ്പോൾ R3 എന്ന് പറയുന്നത് 13,206 ഭാഗത്തേക്ക് മാർക്കറ്റ് വരും. മിഡ് ക്യാപ്പിനെ ലിഫ്റ്റ് ചെയ്ത ടാർഗറ്റ് ഈ ഒരു ലെവലിന്റെ ഭാഗത്തേക്ക് ആയിരിക്കും. 13,030 പൊട്ടുകയാണെങ്കിൽ 13,100, 13,158, 13,206 ഭാഗത്തേക്ക് മാർക്കറ്റ് വരാം. ഇനി നമ്മളെ ബെയറിഷ് റഫറൻസ് പറയുമ്പോൾ മിഡ് ക്യാപ്പിനെ മിഡ് ക്യാപ്പ് സംബന്ധിച്ച് ബെയറിഷ് റഫറൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൃത്യമായി ഞാൻ പറയുകയാണെങ്കിൽ 12,900 കൃത്യമായി. ഇത് പഴയ ഒരു ലെവലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ ലെവലിന് ഇപ്പോഴും കിടപ്പുണ്ട്. അയ്യോ, ഈ 12,900 മാർക്കറ്റ് പൊട്ടുവാണെങ്കിൽ സെല്ലിങ് വരാം. ഫസ്റ്റ് ടാർഗറ്റ് ഈ 12,841 പഴയ പി ഒ സി ആണ്. ഇപ്പോഴും വന്നേക്കുന്നുണ്ട് കൃത്യമായിട്ട് ആ ലെവലിന് കിടക്കുന്നത് 12,842. അതിന് താഴെ 12,000 എത്രയാണ്? 12,700 12,780 അല്ല 12,768. ഇന്നലത്തെ എ പീരീഡിന്റെ ലോ ഭാഗത്തേക്ക് വരാം. അതിന് താഴെ 12,716. S3 എന്ന് പറയുമ്പോൾ 12,716. ഒരു ലെവൽ ഒരു മാറ്റവും ഇല്ല കേട്ടോ. സത്യം പറഞ്ഞ ഇത് പണ്ട് ഞാൻ വരച്ച ലെവലാണ്. ഞാൻ ഇപ്പം എല്ലാ സെറ്റിങ്സും മാറിയപ്പോൾ എന്ത് പറ്റി? എനിക്ക് ആ ലെവൽ പഴയത് കടന്നത് മാത്രമേ ഉള്ളൂ. സോ 12,716 S3. 12,900 പൊട്ടുകയാണെങ്കിൽ 12,842, 12,768, 12,716 എന്ന ഭാഗത്തേക്ക് മിഡ് ക്യാപ്പ് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇതാണ് മിഡ് ക്യാപ്പ് നിഫ്റ്റിയുടെ ഒരു ലെവൽ. ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു. നിങ്ങൾ വ്യക്തമായിട്ട് മാർക്ക് ചെയ്യുക. അതനുസരിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ യൂസ് ചെയ്യുക. ഇനി നമ്മുടെ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയ ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റി പക്ക ബാലൻസ് ആണ്. കഴിഞ്ഞ 2 ദിവസം, ഇന്നത്തെ ദിവസം നമ്മൾ നോക്കിയ ബാലൻസ് ആണ്. കഴിഞ്ഞ ദിവസവും നമ്മൾ ബാലൻസ് ആണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു പെർഫെക്റ്റ് ബാലൻസ് 55,600നും 55,887 ഇടയ്ക്കുള്ള ലെവലിൽ കിടന്ന് മാർക്കറ്റ് കളിക്കുകയാണ്. നമ്മുടെ ഈ പി ഒ സി എന്ന് പറഞ്ഞാൽ 55,725 ബാങ്ക് നിഫ്റ്റിയുടെ പി ഒ സി. ഇപ്പൊ ഞാൻ പി ഒ സി എന്ന് മാർക്ക് ചെയ്ത് വെക്കാം. 55,725 55,725 ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി വരാം. ഇനി ബുള്ളിഷ് റഫർ എന്ന് പറയുമ്പോൾ 55,885 മുകളിലാണ് മാർക്കറ്റിൽ ബൈ കേട്ടോ. ബുള്ളിഷ് റഫറൻസ് എന്ന് പറയുമ്പോൾ 55,885 മുകളിലാണ് ബാങ്ക് നിഫ്റ്റിക്ക് ബൈ. ബുള്ളിഷ് റഫറൻസ് പറയുമ്പോൾ 55,885 മുകളിൽ ബാങ്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ ബൈ എടുക്കാം. ഇനി സെല്ലിംഗ് എന്ന് പറയുമ്പോൾ ഇന്നലത്തെ ലോ അല്ലെങ്കിൽ 55,570 താഴെ സെല്ലിംഗ്. എത്രയാണ്? ആ ബെയറിഷ് റഫറൻസ് എന്ന് പറയുമ്പോൾ 55,570. ബെയറിഷ് റഫറൻസ് എന്ന് പറയുമ്പോൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 55,570 ഭാഗത്ത് സെല്ലിംഗ് തുടങ്ങാം. അപ്പൊ ബുള്ളിഷ് 55,885, ബെയറിഷ് 55,570. സോ 55,885 പൊട്ടുകയാണെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ട് പോവാം? കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 56,000 56,000 ഭാഗത്തേക്ക് പോകാം. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 56,000. എത്രയാണ്? 56,000 ആണ് എന്നെ സംബന്ധിച്ചുള്ള ഫസ്റ്റ് ടാർഗറ്റ്. വേറെ ബുള്ളിഷ് റഫറൻസ് എന്ന് പറയുമ്പോൾ ബുള്ളിഷ് റഫറൻസ് കട്ട് ചെയ്താൽ ആദ്യത്തെ ടാർഗറ്റ് R1 എന്ന് പറയുന്നത് 56,000 ഭാഗത്തേക്ക് വരാം. 56,000 ഫസ്റ്റ് ടാർഗറ്റ്. 56,000 മുകളിൽ അടുത്ത വരുന്നത് 56,180. സെക്കൻഡ് ടാർഗറ്റ് 56,000. R2 എന്ന് പറയുന്നത് 56,156 180 ഭാഗത്തേക്ക് മാർക്കറ്റ് വരാം. ഇതാണ് R2. 56,000 56,180. ഇനി നമുക്ക് R3 നോക്കണ്ടേ?
R3 എന്ന് പറയുമ്പം R3 56,180 മുകളിൽ അടുത്ത വരുന്നത് കൃത്യമായിട്ട് പറയണമെങ്കിൽ എന്നെ സംബന്ധിച്ച് ഈ പി ഒ സി ഈ ഒരു പി ഒ സി അല്ലെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ 56,320 ഭാഗത്ത് 330 എത്രയാണ് R3 എന്ന് പറയുമ്പോൾ 56,330 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ 56,000 മുകളിൽ 885 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്ന 56,000 56,180 56,330 ഭാഗത്തേക്ക് മാർക്കറ്റ് വരാം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇതാണ് അപ്പർ സൈഡിലെ ലെവല്. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ ലോവർ സൈഡിൽ ബാങ്ക് നിഫ്റ്റി 55,570 പൊട്ടുകയാണെങ്കിൽ അങ്ങോട്ട് വരും. അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ ഒരു വാല്യൂ ഒരു ഹൈ 55,419 ഫസ്റ്റ് ആഗ്രഹത്താണ് 50 IS1 എന്ന് പറഞ്ഞാൽ 55,000 S1 എന്ന് പറയുമ്പോൾ 55,419 55,419 ഭാഗത്തേക്ക് വരാം ഫസ്റ്റ്. ഇല്ല ഇനി അടുത്ത് നോക്കണമെങ്കിൽ ഞാൻ ഈ റേഞ്ചിനൊന്ന് മെർജ് ചെയ്യട്ടെ, കാരണം ഈ മെർജിങ് എല്ലാം സെറ്റിംഗ്സ് ഒക്കെ പോയിട്ടാണ് മെർജിങ് പോയി. ഞാൻ മെർജ് ചെയ്ത് ചെയ്യും, കാരണം പക്ക ഒരു ബാലൻസിങ് ആയിരുന്നു ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട്. സോ ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് നിങ്ങൾ നോക്കിയാൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു റേഞ്ച് കൃത്യമായി അടുത്തത് ഫസ്റ്റ് 55,419, സെക്കൻഡ് 55,308, സെക്കൻഡ് ആക്കണമെന്ന് പറയുമ്പോൾ 55,308, 55,000 S2 എന്ന് പറയുന്നത് 55,308 ഭാഗത്തേക്ക് വരാം. അതിന് താഴെ S3 എന്ന് പറഞ്ഞാൽ 55,100, കൃത്യമായി പറയാം 55,100, 55,000 S3 എന്ന് പറയുന്നത് 55,100 ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റിക്ക് വരാം. ചുരുക്കി പറഞ്ഞാൽ 55,570 പൊട്ടുകയാണെങ്കിൽ 55,419, 55,308, 55,100 ഭാഗത്തേക്ക് മാർക്ക്. ഇതായിരിക്കും ബാങ്ക് നിഫ്റ്റിയുടെ കൃത്യമായിട്ടുള്ള ലെവൽസ്. സോ എന്റെ മെന്ററിങ്ങിന്റെ പ്രോഗ്രാമിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, ഗ്രൂപ്പിനും കൊടുത്തു. ഇനി രണ്ട് സീറ്റേ മിച്ചോളൂ. താല്പര്യമുണ്ട്, പണ്ട് ചോദിച്ചവരൊക്കെ കുറേ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഇനിയും ഇപ്പം നിങ്ങൾക്ക് തിരിച്ച് വീണ്ടും ട്രേഡിങ് താല്പര്യമുണ്ട്, അല്ലെങ്കിൽ വന്ന് ചോദിച്ചിട്ട് കയറാൻ പറ്റിയില്ല, നിങ്ങൾക്ക് വീണ്ടും തിരിച്ച് വരണം താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഈ 2 സീറ്റും കൂടെ ഫില്ല് ചെയ്യാനുള്ളൂ. അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സെഷൻ ക്ലോസ് ആക്കും. അതിനുശേഷം നമ്മൾ ബാച്ച് തുടങ്ങുകയാണ്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് സൈൻ ഓഫ് ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. ഈ ലെവലുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യുക, അതനുസരിച്ച് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. എങ്ങനെ ട്രേഡ് ചെയ്യണമെന്ന് പറഞ്ഞൊരു വീഡിയോ, ലെവൽ ട്രേഡിംഗ് യൂസിങ് മാർക്കറ്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ എൻ്റെ സം ബേസിക്സ് കിടപ്പുണ്ട്. അതിനകത്ത് വ്യക്തമായി ഞാൻ ട്രേഡിങ്ങിനെ കുറിച്ച് എല്ലാം പറഞ്ഞു, സ്റ്റോപ്പ് ലോസ് അടക്കം ഞാൻ പറയുന്നുണ്ട്. അത് ഫോളോ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ശിവരാത്രി നിന്നുകൊണ്ട് വീഡിയോ സൈൻ ഓഫ് ചെയ്യുന്നു. ടേക്ക് കെയർ. ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക.